ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ ടാൻജൻസ് ടു ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒ. ഈസ് ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി സി എ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ ബി എന്ന് പറഞ്ഞൊരു ടാൻജൻ്റാണ്, സി ഡി എന്ന് പറഞ്ഞാൽ വേറൊരു ടാൻജൻ്റാണ്, എയും സിയും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ്, ജസ്റ്റ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആംഗിൾ ബി എ സിയും ആംഗിൾ ഡി സി എയും സെയിം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ ഫിഗർ, ഈ ഫിഗർ ഞാനൊന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിളും സെയിം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സ്റ്റെപ്പ് എഴുതണം. സെൻറ്ററും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യണം. എല്ലാ പ്രോബ്ലം അങ്ങനെയാണ് ഓൾമോസ്റ്റ്. ഇഫ് ദർ ഈസ് എനി ടാൻജൻറ്റ്, ആ സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലോട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അല്ല, അത് 90 അല്ലേ? കാരണം ടാൻജൻറ്റിനും റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിനും ഇടയ്ക്ക് 90 ഡിഗ്രി വരും. അതേപോലെ ഇവിടെ ഒരു സി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ സെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. റീസൺ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതും 90 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്, ഒ സിയും റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിളും സെയിം ആവണം. ഐസോസിലസ് ട്രയാങ്കിളായി മാറിയത്. ഇത് രണ്ടും സെയിം ആയല്ലോ അല്ലേ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും സെയിം ആണ്. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ തീറ്റാന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ് എന്നോ എന്തെങ്കിലും. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെ എഴുതിയ സ്റ്റെപ്പുകളൊന്നും എഴുതട്ടെ. എക്സാമിന് സ്റ്റെപ്പുകൾ കാണിക്കണം, ഫിഗറിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ പോരാ. അപ്പോൾ ഇതുവരെ എഴുതിയത് നമ്മളിവിടെ വളരെ ചുരുക്കി എഴുതുന്നു. എന്താണ്? ജോയിൻ ഒ ആൻഡ് എ, കോമ, പിന്നെന്താണ്? ഒ ആൻഡ് സി. എന്നിട്ട് എന്താ എഴുതുക? നമുക്കറിയാം ആംഗിൾ ഒ എ ബി 90 ഡിഗ്രി, ആംഗിൾ ഒ എ ബി 90 ഡിഗ്രി ആൻഡ് ആംഗിൾ ഒ സി ഡിയും 90 ഡിഗ്രി. ഫിഗർ നോക്കിയേ, ആ ഫിഗർ നോക്കി എഴുതുന്നു, അത്രേ ഉള്ളൂ. ഒ എ ബി 90 ഡിഗ്രി, ഒ സി ഡി 90 ഡിഗ്രി. അതിൻ്റെ റീസൺ നിങ്ങൾ എഴുതിക്കോളല്ലോ. റീസൺ തിയറം ആണ്. നിങ്ങൾ ആ തിയറം അവിടെ എഴുതാം. എന്താണ് തിയറം? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാം ഒ എ ഈക്വൽ ടു ഒ സി. ഫിഗർ നോക്കിയേ, ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ റേഡിയസ് 6 റേഡിയസ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഹെൻസ് ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, തീറ്റ. അതിനുള്ള റീസൺ അറിയാമല്ലോ, ഐസോസെലസ് ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയേ. ബി എ സി അല്ലേ. ഫിഗർ നോക്കിയിട്ട് പറ, ആംഗിൾ ബി എ സി എന്താണെന്ന് നോക്കിയേ. ഫിഗർ നോക്കിയിട്ട് ആംഗിൾ ബി എ സി എന്താണ്? ബി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ പ്രകാരം 90 പ്ലസ് തീറ്റ അല്ലേ. ബി എ സി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് തീറ്റ ഫ്രം ദ ഫിഗർ. അതേപോലെ വേറെ ആംഗിൾ ഏതാ? ഡി സി എ അല്ലേ. ആംഗിൾ ഡി സി എ എന്താണെന്ന് നോക്കി, ഫിഗർ നോക്കി പറഞ്ഞ്. ഡി സി എ എന്ന് പറഞ്ഞാലും 90 പ്ലസ് തീറ്റ വരുന്നുണ്ട്. രണ്ടും 90 പ്ലസ് തീറ്റ ആയതുകൊണ്ട് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എ. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.